വൈകുന്നേരത്തെയോ ഇടനേരത്തെയോ ചായയോടൊപ്പം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പലഹാരമാണ് ഉഴുന്നുവട. ലഘുഭക്ഷണം എന്ന നിലയിൽ വളരെയധികം പ്രശസ്തി നേടിയിട്ടുണ്ട് ഈ പലഹാരം. ചൂടുള്ള മസാലദോശ കഴിക്കുമ്പോൾ നല്ല മൊരിഞ്ഞ ഉഴുന്നുവട കൂടി ഇല്ലാതെ അത് പൂർണ്ണമാവില്ല. ദക്ഷിണേന്ത്യയിലാണ് ഈ ലഘുഭക്ഷണം ഉത്ഭവിച്ചത്. ഇതിന് മെതുവട എന്ന പേരുമുണ്ട്. കർണാടകയിലാണ് ഉഴുന്നുവട ആദ്യമായി ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. കന്നഡയിൽ ഉഴുന്നുവടയെ ഉദിനവട എന്നാണ് വിളിക്കുന്നത്. തമിഴിൽ ഉളുന്നുവട അല്ലെങ്കിൽ ഉഴുന്നുവട എന്നറിയപ്പെടുന്നു. തെലുങ്കിലാണെങ്കിൽ ഇതിനെ ഗരയിലു എന്ന് വിളിക്കും. ഉഴുന്നുപരിപ്പ്, കറിവേപ്പില, പച്ചമുളക്, കുരുമുളക്, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് മാവ് തയ്യാറാക്കിയാണ് വടയുണ്ടാക്കുന്നത്. കേരളത്തിൽ ഉഴുന്നുവട സാമ്പാറിനും ചമ്മന്തിക്കുമൊപ്പമൊക്കെ അല്ലെങ്കിൽ വട മാത്രമായോ കഴിക്കുമ്പോൾ ദക്ഷിണേന്ത്യക്കാർ വട മസാലകൾ ചേർത്ത തൈരിലോ രസത്തിലോ മുക്കി വെച്ചാണ് കഴിക്കുന്നത്. ഉഴുന്നുവട കഴിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് അതിൽ ഇങ്ങനെയൊരു ദ്വാരമെന്ന്? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വടയിൽ ദ്വാരമുണ്ടാവില്ല. ഉഴുന്നുവടയ്ക്ക് ദ്വാരമിടുന്നതിന് പിന്നിലൊരു കാരണമുണ്ട്. ഉഴുന്നുവട എണ്ണയിൽ മൊരിയിച്ചെടുക്കുമ്പോൾ അകവും പുറവും ഒരുപോലെ വെന്ത് കിട്ടണം. നടുവിൽ ദ്വാരമിടുമ്പോൾ ചൂടുള്ള എണ്ണ വടയുടെ അകത്തേക്ക് എത്തുകയും എണ്ണ നന്നായി മൊരിഞ്ഞു കിട്ടുകയും ചെയ്യും. അങ്ങനെയല്ലെങ്കിൽ നടുവ് പൂർണ്ണമായി വേകാതെ ഇരിക്കും. ഇതാണ് ഉഴുന്നുവടയുടെ നടുവിൽ ദ്വാരമിടുന്നതിന് പിന്നിലെ കാരണം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.